ഹിസ് മൈൻഡ് പാർട്ട് 7. ചേർത്ത് പിടിച്ച് അതരം നുകർന്നുകൊണ്ടിരിക്കുന്നവനെ സാറ ഒരു നിമിഷം നോക്കി നിന്ന് പോയി. ഒടുക്കം ശ്വാസം വില്ലനായപ്പോൾ കിതപ്പോടെ അവളുടെ ചുണ്ടിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ പിൻവലിച്ച ശേഷം ആദി അവളെയും കൊണ്ട് ഒന്ന് മറഞ്ഞു. ഇപ്പോൾ സാറ താഴെയും ആദി അവൾക്ക് മേലെയുമാണ് കിടക്കുന്നത്. ഒരു നിമിഷം രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കിക്കിടന്നു. ശേഷം പതിയെ ആദിയുടെ മുഖം താഴ്ന്നു വരുന്നത് കണ്ട സാറ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചു നേരത്തിന് ശേഷം കഴുത്തിടുക്കിൽ വന്ന് പതിക്കുന്ന ശ്വാസവും ചുണ്ടുകളുടെ തണുപ്പും അറിഞ്ഞ അവൾ ഇരു കൈകൊണ്ട് അവനെ അവളിലേക്ക് ചേർത്ത് പിടിച്ച് വരഞ്ഞു മുറുക്കി. ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയം അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന സമയം അവളിൽ പേടിയേക്കാൾ മുന്നിട്ട് നിന്നത് അവനോടുള്ള നിഷ്കളങ്കമായ പ്രണയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഓരോ ചുംബനത്തിലും അവൾ അടിമുടി പൂത്തുലഞ്ഞു. ഏറെ നേരത്തിന് ശേഷം പതിയെ മുഖമുയർത്തി നോക്കി ആദി കാണുന്നത് കണ്ണുകൾ അടച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കിടക്കുന്ന സാറയെയാണ്. അപ്പോൾ ആ നിമിഷം തനിക്ക് വിധേയമായി തനിക്കടിയിൽ കിടക്കുന്നവളോട് അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സ്നേഹം വന്നു നിറയുന്നുണ്ടായിരുന്നു. അവൻ ഒന്നുയർന്നുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചപ്പോൾ സാറ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി. അന്നാദ്യമായി തന്നെ നോക്കുന്ന അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിയുന്നത് സാറ വിടർന്ന കണ്ണുകളോടെയായിരുന്നു നോക്കിക്കണ്ടത്. ഇന്നേക്കിത്രയും മതി. ഇപ്പോൾ തൽക്കാലം ഇച്ചായൻ്റെ ഏഞ്ചൽ ഉറങ്ങാൻ നോക്കിട്ടോ. അവനത് പറയുക കൂടി ചെയ്തപ്പോൾ സാറയുടെ മിഴികൾ അത്ഭുതം കൊണ്ട് നിറഞ്ഞു. അവൻ്റെ ആ ഇച്ചായൻ്റെ ഏഞ്ചൽ എന്ന വാക്കുകൾ കേട്ടപ്പോൾ സാറയുടെ കവിളിൽ ചുവപ്പ് രാശി വീശുന്നുണ്ടായിരുന്നു. നാണത്തോടെ അവൾ അവനെ നോക്കിയപ്പോൾ ആദ്യം അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് തന്നെ മുഖം പൊഴുത്തി വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ്റെ ആ പ്രവൃത്തി അവളിൽ വിറയൽ സൃഷ്ടിച്ചുവെങ്കിലും കണ്ണടച്ചു കിടക്കുന്ന ആദിയെ വിളിക്കാൻ തോന്നാത്തത് കൊണ്ട് അവൾ പതിയെ കൈ ഉയർത്തി അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു. അപ്പോൾ അവളുടെ തലോടലേറ്റപ്പോൾ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്ന ആദിയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. തെളിഞ്ഞ മനസ്സോടെ നിറഞ്ഞ പ്രണയത്തോടെ പരസ്പരം ചുറ്റിപ്പിണർന്നു കൊണ്ടവർ ഉറക്കിലേക്ക് വഴുതി വീണു. ഇതേസമയം റൂമിൽ കണ്ണിൽ കാണുന്നതെല്ലാം എറിഞ്ഞെടുക്കുകയായിരുന്നു ജിത്തു. തന്നെ നോക്കി പുച്ഛത്തോടെ ഡോർ വലിച്ചടക്കുന്ന ആദിയുടെ മുഖം മനസ്സിൽ ഓർമ്മ വരുംതോറും അവൻ ദേഷ്യത്തിൽ അലറിക്കൊണ്ട് എല്ലാം എറിഞ്ഞുടച്ചു. എടാ ആദിശേഷ, നീ അങ്ങനെ ജയിച്ചു എന്ന് കരുതേണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. സാറേ, നിനക്ക് എങ്ങനെ കിട്ടി എന്നെനിക്ക് ആദ്യം ഒന്നറിയണം. പെട്ടെന്ന് പൊട്ടിമുളച്ച ആ ദിവ്യപ്രേമത്തിൻ്റെ ഉറവിടം അന്വേഷിച്ചിറങ്ങുകയാടാ ഞാൻ. വേരോടെ നിന്നെ നശിപ്പിക്കും ഞാൻ. അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അവൻ കബോർഡ് തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു കുപ്പി പോലും ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ അവന് മനസ്സിലായി അത് രമ തന്നെ ചെയ്തതാവുമെന്ന്. കുടിക്കാതെ നിന്നാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയതും അവൻ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് വേഗം തന്നെ കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്കിറങ്ങി. അവൻ്റെ കാർ ശബ്ദമുണ്ടാക്കാതെ നീലേശ്വരം തറവാട് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ അവന് തൊട്ടു പിറകിലായി ഒരു ബ്ലാക്ക് കളർ കാർ ചീറിപ്പാഞ്ഞു. ഒരു ബ്ലാക്ക് ഹൂഡി ധരിച്ച ആ രൂപത്തിൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. വന്യമായ ആവേശത്തോടെ ആ രൂപം ജിത്തുവിന് നേരെ കുതിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ആളുകൾ ഒഴിഞ്ഞ ഒരു ഭാഗത്തെത്തിയപ്പോൾ മുന്നിൽ വേഗത്തിൽ പോവുകയായിരുന്ന ജിത്തുവിൻ്റെ കാറിനെ പിറകിൽ വന്ന ആ കാർ വേഗത്തിൽ വന്ന് ഇടിച്ചു തെറിപ്പിച്ചു. വലിയൊരു ശബ്ദത്തോടെ ആ കാർ അടുത്തുള്ള മരത്തിലേക്ക് ഇടിച്ചു കയറുന്നതും ചോര വാർന്നുകൊണ്ട് ജിത്തു ആ കാറിനുള്ളിൽ കിടന്ന് പിടയുന്നതും കണ്ട ആ രൂപം തൻ്റെ കാർ സ്റ്റാർട്ടാക്കി വേഗത്തിൽ ഓടിച്ചു പോയി. ഇതേസമയം അങ്ങ് ദൂരെ മഞ്ജിമയുടെ വീട്ടിൽ നാളെ പോകുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ആദിക്കരികിൽ എത്തണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. വൈകുന്നേരം തന്നെ പോകാനിറങ്ങിയ മനോഹരനോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയായിരുന്നു അവൾ. പോകുന്നതിന് മുമ്പ് ഒന്ന് ആദിയെ കണ്ടിട്ട് വരാൻ. അവനെ കണ്ട് സംസാരിച്ച ശേഷം അപ്പോൾ തന്നെ അവിടെ നിന്നും വരണം എന്ന് അയാൾ പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചുവെങ്കിലും അവളുടെ ഉള്ളിൽ വേറെ പല ചിന്തകളുമായിരുന്നു. ഞാൻ വരിക ആദി. നിന്നെ മറന്ന് നിന്നെ പിരിഞ്ഞ് വേറൊരാൾക്കൊപ്പം ജീവിക്കാൻ എനിക്കാവില്ല. എനിക്ക് നിന്നെ വേണം ആദി. ലവ് യു ആദി. ആദിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടവൾ ബെഡിൽ കിടന്നു. നാളെ അവനെ കാണാൻ പോണതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൾ. പിറ്റേന്ന് രാവിലെ താഴെ എന്തൊക്കെയോ ബഹളവും ആരുടെയൊക്കെയോ കരച്ചിലുമൊക്കെ കേട്ടുകൊണ്ടായിരുന്നു സാറ എഴുന്നേറ്റത്. കാര്യമെന്തെന്നറിയാനായി അവൾ എഴുന്നേൽക്കാൻ നോക്കുമ്പോഴായിരുന്നു തൻ്റെ മാറിൽ മുഖമമർത്തി വെച്ച് കിടക്കുന്ന ആദിയെ കാണുന്നത്. അപ്പോഴായിരുന്നു അവൾക്ക് ഇന്നലെ നടന്നതൊക്കെ ഓർമ്മ വന്നത്. നാണത്തോടെ അതിലുപരി പ്രണയത്തോടെ അവൾ അവനെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചപ്പോൾ ഒന്ന് കുറുകിക്കൊണ്ടവൻ അവളെ വരിഞ്ഞു മുറുക്കി കിടന്നു. എന്നാൽ ബ്ലാക്ക് ഷർട്ട് ധരിച്ച് കിടക്കുന്ന ആദിയെ കണ്ടപ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇതെന്ത് മറിമായ എൻ്റെ കർത്താവേ, ഇച്ചായൻ ഇന്നലെ ഷർട്ടിടാതെ ആണല്ലോ എൻ്റെ കൂടെ കിടന്നത്. പിന്നെ ഇപ്പോൾ ഇതെങ്ങനെ വന്നു? ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് കാണും.
മനസ്സിൽ സ്വയം ചോദ്യവും ഉത്തരവും പറഞ്ഞുകൊണ്ടവൾ അവൻ്റെ പുറത്ത് പിടിച്ചു കിടന്നു. എന്നാൽ താഴെ നിന്നും ഉയർന്നു വരുന്ന ബഹളം കേട്ടപ്പോൾ പിന്നെ അവൾക്ക് കിടക്കാനായില്ല. കർത്താവേ, രമ ആൻറ്റിയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആർക്കോ എന്നോ പറ്റിയിട്ടുണ്ടാകും. എന്തായാലും ഒന്ന് ചെന്ന് നോക്കിക്കളയാം. സാറ ആത്മാ. അവൾ അതും ഓർത്തുകൊണ്ട് ആദിയെ പതിയെ ബെഡിലേക്ക് നീക്കി അവന് പുതച്ചു കൊടുത്തുകൊണ്ടവൾ വേഗം തന്നെ ബാത്റൂമിൽ കയറി. വേഗം ഫ്രഷായി പുറത്തു വന്ന അവൾ ഒരു സാരി എടുത്തുടുത്തു. ശേഷം മുടി പിന്നിലേക്ക് വിടർത്തിയിട്ട ശേഷം കണ്ണിൽ ചെറുതായി കൺമഷിയും ഇട്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാൽ താഴെ ഇറങ്ങിച്ചെല്ലുമ്പോഴുള്ള കാഴ്ച കണ്ടപ്പോൾ ഒരു നിമിഷം സാറ ഭയത്തോടെ കൈകൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. കയ്യിലും കാലിലും തലയിലും എന്തിനേറെ ദേഹം മുഴുവനും കെട്ടുകളുമായി ചോര പുരണ്ട വസ്ത്രങ്ങളോടെ സോഫയിലിരിക്കുന്ന ജിത്തുവിനെയും അവൻ്റെ അരികിൽ കരഞ്ഞിരിക്കുന്ന രമയെയും അവൾ പകപ്പോടെ നോക്കി. അടുത്തു തന്നെ രഘുരാമനും വിഷമത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സങ്കടമൊന്നുമില്ലാതെ ഒരു തരം പുച്ഛത്തോടെ ജിത്തുവിനെ നോക്കി നിൽക്കുന്ന ഊർമിളാദേവിയെ കണ്ടപ്പോൾ സാറയുടെ കണ്ണ് തള്ളിപ്പോയി. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകാതെ അവൾ ദേവിക്കരികിലേക്ക് ചെന്നു. എന്നാൽ ആ സമയം തീരെ അവശനായി ഇരിക്കുമ്പോൾ പോലും ജിത്തുവിൻ്റെ കണ്ണുകൾ ആർത്തിയോടെ ദേവിക്കരികിലേക്ക് നടന്നു പോകുന്ന സാറയിലായിരുന്നു.